നമസ്കാരം, ഞാൻ അഞ്ജു. ഹെൽത്തി ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ഉത്തരവാദിത്തോടെ വീടുകളിൽ കഴിയുന്ന വേളയിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും കിട്ടാവുന്നത് എന്നാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യം മുരിങ്ങയില. നാട്ടിൽ തന്നെ വളരെ സുലഭമായി ലഭിക്കുന്നതും വിഷാംശം ഇല്ലാത്തതും ഇലക്കറികളിൽ തന്നെ ആരോഗ്യ ഗുണങ്ങൾ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയിലയിട്ട് വെള്ളം തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു നോക്കൂ. ഗുണങ്ങൾ ചില്ലറയല്ല. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള മുരിങ്ങയിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പിന്നെ അയണും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്ത് ക്യാൻസർ തടയുന്നതിനും ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിച്ച് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുരിങ്ങയില. ഇരുമ്പിന്റെയും ഫോസ്ഫറസിന്റെയും ഒരു കലവറയായതുകൊണ്ട് തന്നെ നാഡീ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റുവാനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും അത്യുത്തമമായി കണക്കാക്കുന്നു. കൂടാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്, കൊളസ്ട്രോൾ, തൈറോയിഡ്, പ്രമേഹം എന്നിവ നിയന്ത്രിച്ചു നിർത്തുന്നതിനും പരിഹാരമാണ് മുരിങ്ങയില ആഹാരത്തിൽ പതിവാക്കുന്നത്. കാൽഷ്യം പാലിനേക്കാൾ 17 മടങ്ങും, ഇരുമ്പിൽ ചീരയേക്കാൾ 25 ഇരട്ടിയും, വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ക്യാരറ്റിനേക്കാൾ 10 തവണയും, വൈറ്റമിൻ സിയിൽ 7 മടങ്ങ് ഓറഞ്ചിനേക്കാളും അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിലയിൽ. ഇത്രയും ഔഷധ ഗുണങ്ങൾ ഉള്ള മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്, പപ്പായ. പ്രാചീന കാലം മുതൽ രോഗമുക്തി നേടാനുള്ള ഔഷധമായും സൗന്ദര്യവർദ്ധക വസ്തുവായും ഉപയോഗിച്ചു വരുന്ന ഒരു ഫലമാണ് പപ്പായ. ഇതിനെ മാലാഖമാരുടെ ഫലം എന്നൊരു വിളിപ്പേരു കൂടിയുണ്ട്. നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമം ഈ പപ്പായയാണ്. വൈറ്റമിൻ സിയോടൊപ്പം വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവയും കൂടാതെ ഫൈബർ, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ എന്നീ ധാതുക്കളും മിനറൽസും ഈ ഫലത്തിൽ അടങ്ങിയിട്ടുണ്ട്. പപ്പായയിൽ അടങ്ങിയിട്ടുള്ള അസറ്റോജനിൻ എന്ന ഘടകമാണ് ഡെങ്കിപ്പനി, ക്യാൻസർ, മലേറിയ എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പ്രമേഹം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, ദഹനം, കരൾ സംബന്ധമായ രോഗങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഫലമാണ് പപ്പായ. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ പപ്പായയെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത്, ചെറുപയർ. നല്ല ആരോഗ്യത്തിന് നമ്മുടെ അടുക്കളയിൽ തന്നെ എത്തിയാൽ മതിയാകും. ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഒത്തിണങ്ങിയ ഒന്നാണ് ചെറുപയർ. പ്രോട്ടീന്റെ നല്ലൊരു കലവറയാണ് ചെറുപയർ. കൂടാതെ മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, സിങ്ക്, വൈറ്റമിൻ ബി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധം നൽകുന്ന നല്ല ഒന്നാന്തരം ഭക്ഷണമാണ് ചെറുപയർ. മുളപ്പിച്ച ചെറുപയർ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ടോക്സിനുകളെ നീക്കം ചെയ്യാൻ വളരെയേറെ ഉപകാരപ്രദമാണ്. ആയുർവേദ പ്രകാരം കഫ, പിത്ത, വായു ദോഷങ്ങളാണ് അസുഖ കാരണങ്ങൾ ആവുന്നത്. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത്. ദഹനത്തിനും തടി കുറയ്ക്കുന്നതിനും പ്രമേഹം, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ചെറുപയർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആരും മറക്കരുത്. അടുത്തത്, ചീര. മിക്ക വീടുകളിലും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ചീര. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഇതിൽ ഫ്ലേവനോയിഡ്സ്, ആന്റി ഓക്സിഡന്റ്സ് മുതലായവ ക്യാൻസറിനെ പ്രതിരോധിക്കും. ശക്തിയേറിയ ആന്റി ഏജിംഗ് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ സ്കിൻ ക്യാൻസർ തടയുകയും കൂടാതെ മസിലുകൾക്ക് ശക്തി ലഭിക്കുകയും ചെയ്യും. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ K1, ഫോളിക് ആസിഡ്, ഫൈബർ, കാൽഷ്യം എന്നിവയാണ് ചീരയിൽ അടങ്ങിയിട്ടുള്ളത്. പോഷകങ്ങൾ കൂടിയ തോതിൽ അടങ്ങിയിട്ടുള്ള ചീര ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റിത്തരും. അതുപോലെ ആസ്മ, ദഹനം, കൊളസ്ട്രോൾ എന്നിവയ്ക്കും അത്യുത്തമം. അതുകൊണ്ട് ചീര നമ്മുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മൾ നിത്യേന പാകം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മഞ്ഞൾ, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നെല്ലിക്ക, ചെറുനാരങ്ങ,
തൈര് എന്നിവയും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ഈ ഭക്ഷണ സാധനങ്ങളോടൊപ്പം ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.